ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. ഷോർട്ട് കുർത്തിയും ബെൽ ബോട്ടം പാൻറ്റും അതിലേക്ക് ലോങ് ആയിട്ടുള്ളൊരു ഷ്രഗുമാണ് കേട്ടോ. ഈ ഒരു ലോങ് ഷ്രഗിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് വന്നിട്ടുള്ളത് ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. 16 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റ്സിൽ ചെയ്യാനാണ്. അപ്പോൾ അവർ എനിക്ക് 2 ഓർഡേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ബ്ലാക്ക് വരുന്നത് ബനാറസി ബ്രൊക്കേഡ് ഫ്രോക്കും അതിലേക്ക് വെൽവെറ്റിൻ്റെ ഒരു ജാക്കറ്റുമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ക്രീം ബ്രൊക്കേഡിൽ വരുന്ന ഷോർട്ട് കുർത്തിയും അതിലേക്ക് ബെൽ ബോട്ടം പാൻറ്റും പിന്നെ വന്നിട്ടുള്ളത് ലോങ് ഷ്രഗാണ്. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് സാറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ. അത് ഞാൻ 3 മീറ്ററാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. ഷോർട്ട് കുർത്തിയും ബോട്ടത്തിനും വേണ്ടിയിട്ട് ബ്രൊക്കേഡിൻ്റെ ഫാബ്രിക് 4 മീറ്ററും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്ക്. ഷോർട്ട് കുർത്തിയും ബെൽ ബോട്ടം പാൻറ്റും അതിലേക്ക് സാറ്റിൻ്റെ ലോങ് ഷ്രഗ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷ്രഗിൻ്റെ കളറ് ബ്ലാക്കിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിൻ്റെ ക്ലോത്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഷ്രഗ് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നത് കൊണ്ട് തന്നെ ഞാനിത് 3 മീറ്ററാണ് കേട്ടോ ടോട്ടൽ ഫാബ്രിക് എടുക്കുന്നത്. നമുക്ക് ചുരിദാറിനൊക്കെ 2.5 മീറ്ററാണല്ലോ വേണ്ട. അപ്പോൾ അതിലും ലെങ്ത്തിലാണ്, നമ്മുടെ ഒരു ആംഗിൾ ലെങ്ത്തിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 മീറ്റർ ഫാബ്രിക്കിൽ ഞാനിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷ്രഗിൻ്റെ ടോട്ടൽ ലെങ്ത്തായിട്ട് എനിക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 54 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് 56 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 3 മീറ്ററിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് എനിക്ക് ഇത്രയും ഭാഗത്ത് നമുക്ക് മെഷർമെൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. 3 മീറ്റർ ഫാബ്രിക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇത്രയും ഭാഗം നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ബാക്കി താഴെ ഭാഗത്തുനിന്ന് സ്ലീവ്സ് ഇനി എടുക്കാനുണ്ട്. പക്ഷെ നമുക്ക് താഴെ ഭാഗത്തുനിന്ന് സ്ലീവ്സിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ സൈഡിൽ നിന്നാണ് ഞാൻ സ്ലീവ്സിന് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു 56 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ വിഡ്ത്തായിട്ട് എനിക്ക് 15 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ട് നമുക്ക് 7.5 ഇഞ്ചായിരിക്കും. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴേക്കും ഞാൻ ആം ഹോൾ ലെങ്ത്തായിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 38 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് 9 ഇഞ്ച് കിട്ടും. അതിലേക്ക് ലൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ കർവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 13 ഇഞ്ചിലും അതുപോലെ തന്നെ 20 ഇഞ്ചിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹിപ്പ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും കൂടെ മാർക്ക് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കും. ഇനി ഇതായി ഒരു മാർക്ക് ചെയ്തതിൽ നമ്മൾ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത്രയും നമ്മൾ വരച്ചെടുത്തില്ലേ. ഇനി താഴേക്ക് ഇതേ ലെങ്ത്തിൽ താഴെ ഭാഗത്തേക്ക് കുറച്ച് നമ്മൾ ചെരിച്ചൊന്നും വരച്ച് കൊടുക്കണ്ട. നമ്മൾ ഈ ഒരു ലെങ്ത്ത് എത്രയാണോ എടുത്തത്, ഞാനിവിടെ 12.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു 12.5 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ലെങ്ത്തിൽ നമുക്കിതുപോലെ താഴേക്ക് കർവൊന്നുമില്ല കേട്ടോ, അങ്ങനെ നേരെ ലൈനായിട്ടൊന്ന് താഴേക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷ്രഗ് സൈഡ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെ ലെങ്ത്തിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ആണ് ഞാൻ വരച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗം 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ വിഡ്ത്തും ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള കർവ് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 21 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട്
23 ഇഞ്ചാക്കിയിട്ട് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗത്ത് വിടുത്ത് 5 ഇഞ്ചായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ആ ഒരു ജോയിൻറ്റിലേക്ക് ഇതിനൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ സ്ലീവ്സിന് വേണ്ടിയിട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഫ്രണ്ടും ബാക്കും നമ്മൾ നെക്കൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലൊരു ഓപ്പണും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസാണ് കേട്ടോ ഇപ്പോൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമൽ ഒരു നെക്കല്ല ചെയ്യുന്നത്, ബോട്ട് നെക്കായിട്ടാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ വിടുത്ത് കൂടുതലും ഡെപ്ത്ത് കുറവാണ് എടുക്കുന്നത്. നമ്മുടെ ബോട്ട് നെക്കിൻ്റെ പാറ്റേണിലാണ് ഈ ഒരു നെക്ക് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് സാധാരണ എടുക്കുന്നതിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 5 ഇഞ്ചായിട്ടാണ് നെക്കിൻ്റെ വിടുത്ത് എടുക്കുന്നത്. ടോട്ടൽ നമുക്കപ്പോൾ 10 ഇഞ്ചായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡെപ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു 4 ഇഞ്ച് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ അധികം ഇറക്കുന്നില്ല. ഈ ഒരു പാറ്റേണിലാണ് ബോട്ട് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ അതാ നെക്കിൻ്റെ പാറ്റേൺ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബോട്ട് ഷേപ്പിലാണ് ഈ ഒരു നെക്ക് വരുന്നത് കേട്ടോ. അത്രത്തോളം വൈഡാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുമില്ല. നെക്ക് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താഴേക്കാണ് നമ്മൾ കർവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് 3 ഇഞ്ച് ഞാനൊന്ന് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്ക് ഒരു ചെറിയൊരു കർവിലായിട്ട് നമുക്കൊരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സാണ് എടുക്കുന്നത്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 5.5 ഇഞ്ച് നമുക്ക് ടോട്ടൽ 11 ഇഞ്ചായിരിക്കും കേട്ടോ വിടുത്ത് വരിക. മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഞാനൊരു 12 ഇഞ്ചിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു 5.5 ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തില്ലേ, അത് നമുക്ക് താഴെ വരെ നമുക്ക് ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു ഭാഗത്ത് വിടുത്ത് കുറക്കാം കേട്ടോ. അപ്പം ആ ഒരു ഫോട്ടോയിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത്രയും വിടുത്തിൽ തന്നെയാണ് ഞാൻ താഴെ വരെ ഈ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് ചെറിയൊരു കർവിലാണ് കേട്ടോ വരേണ്ടത്. ഇതുപോലെ കർവായിട്ടാണ് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമുക്കൊരു സ്ക്വയർ എങ്ങനെയാണോ ആ ഒരു മെഷർമെൻറ്റ്സ് വരുന്നത് അത്രയും മെഷർമെൻറ്റ്സ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കോർണർ കർവായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണിത് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പിന്നെയും നമുക്ക് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു ഭാഗം കുറച്ചും കൂടി വൈഡാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ വരുന്നുണ്ടല്ലോ, അത് നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് നോക്കിയിട്ട് അങ്ങനെയും മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ബ്രസ്റ്റിൻ്റെ ഇതിലൂടെ ആ ഒരു ബസ്റ്റ് പോയിൻ്റ് നോക്കിയിട്ട് അങ്ങനെയും മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കട്ട് ചെയ്ത് മാറ്റിയതിലൂടെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒരു 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് മടക്കി തയ്ച്ചാണ്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനാണ് ഈ ഒരു പീസ് ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മിഡിലിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കിനി വേണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നുമാണ് ഈ ഒരു പീസിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ എക്സ്ട്രാ ഒരു പീസ് 1 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസിന് ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നല്ല വശമാക്കിയിട്ട് ഇതുപോലെ നമുക്ക് കർവായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലും നമ്മൾ അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് താഴെ ഭാഗത്ത് എക്സ്ട്രാ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം ചെറിയൊരു പീസ്. അപ്പോൾ അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ആ ഒരു പീസിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും ഇതുപോലെ ചെറിയൊരു പീസ് 1 ഇഞ്ച് വീതിയിലുള്ള പീസ് എടുക്കണം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് മടക്കി തയ്ച്ചിട്ടാണ് ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്കിന് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കിന് വേണ്ടിയിട്ടാണ് ഈ 1 ഇഞ്ച് പീസ് നെക്കിൻ്റെ ഭാഗത്ത് മടക്കി തയ്ക്കാനാണ് കേട്ടോ.
അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനുള്ള ഭാഗവും താഴെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാനുള്ള ഭാഗമൊക്കെ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ഭാഗം എല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണിച്ചിട്ടില്ല. അത് അറിയാലോ, നല്ല വശത്തിൻ്റെ മുകളിലാക്കിയിട്ട് ഉൾഭാഗത്തേക്ക് ക്രോസ് കട്ടും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി തയ്ക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്കിതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ലേസ് ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു മിറർ ലേസാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാനുണ്ട്. മുകളിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും ഇത് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും ഈ ഒരു ലേസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 4 മീറ്റർ ലേസാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്ക് നെക്കും സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ ബോട്ട് നെക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ വൈഡായിട്ട് എടുക്കുക. 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഡെപ്ത്ത് ഞാനൊരു 3 ഇഞ്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒന്നും ഓപ്പൺ വരുന്നില്ല കേട്ടോ ഈ ഒരു നെക്കിന്. അപ്പോൾ നെക്ക് കൊള്ളാനായിട്ട് കുറച്ച് വൈഡായിട്ട് ബോട്ട് നെക്കൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തന്നെ കിട്ടുക. ലെങ്ത്ത് കുറവായിരിക്കും, വിഡ്ത്ത് കൂടുതലായിരിക്കും കേട്ടോ. ഷോൾഡറിൻ്റെ അങ്ങോട്ടായിരിക്കും ഈ ഒരു ഓപ്പൺ അധികം വരുന്നത്. ബാക്കിൽ പിന്നെ എക്സ്ട്രാ കട്ടിങ്ങോ ഒന്നുമില്ല കേട്ടോ. ലോങ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഓപ്പണിൽ ഇതാ ഇതുപോലെ ഒരു പീസ്, നമ്മുടെ കുർത്തിയുടെ ഒരു പീസ് ഉണ്ടല്ലോ, അത് സൈഡ് ഓപ്പണിൽ ഇതുപോലെ വെക്കുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് ഓപ്പൺ നമ്മൾ തയ്ച്ചെടുക്കുന്നതിന് പകരം ഈ ഒരു പീസ് വെച്ചിട്ട് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ലെങ്ത്തിലുള്ള ഒരു പീസ്, ഒരു 3 ഇഞ്ച് വീതിയിലുള്ള പീസിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് നല്ല വശത്തായിട്ടാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ സൈഡ് ഓപ്പണിൽ പൈപ്പിംഗ് ഒക്കെ ആയിട്ട് ചെയ്യൂലേ, ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഞാൻ പൈപ്പിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, അത് കാണാനായിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുമ്പം അതിൻ്റെ എഡ്ജ് ഭാഗം മാത്രമായിട്ട് കാണുള്ളൂ. അപ്പോൾ ഒരു പൈപ്പിംഗ് നിൽക്കുന്നത് പോലെ തന്നെയാണ് നിൽക്കുക. പക്ഷേ ഞാൻ പൈപ്പിംഗ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല വശം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു പാറ്റേണിൽ ഒരു ചെറിയ തുമ്പ് കാണുന്ന രൂപത്തിൽ അതിനെ പുറത്തേക്ക് തള്ളി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല വശത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ വരെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ബ്ലാക്ക് ഫാബ്രിക്കിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പൈപ്പിംഗ് ഒക്കെ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ഞാൻ സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമലി നമ്മൾ കൊടുക്കുന്നതിലും ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നിന്നാണ് സൈഡ് ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ സൈഡ് ഓപ്പൺ വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ താഴെ നമുക്ക് വേറൊരു കുർത്തിയും കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചധികം ഓപ്പൺ ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ എഡ്ജ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ചെറിയൊരു പോർഷനാണ് കേട്ടോ പുറത്തേക്ക് ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒരു ഭാഗം കാണാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവർ തന്നിട്ടുള്ള റെഫറൻസ് പിക്കിലും ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പാറ്റേൺ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഈ ഒരു ലേസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടോട്ടൽ എനിക്കിവിടെ 4 മീറ്റർ ലേസാണ് കേട്ടോ ആവശ്യം വന്നത്. അപ്പോൾ ആ ഒരു ലേസ് നമ്മൾ താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ ആ ഒരു കർവിൻ്റെ അതിലൂടെ പിന്നെയും താഴെ ഭാഗത്തേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്കിലും സ്ലീവ്സിലും ഞാനിത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ലേസും കൂടെ വരുമ്പോഴാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് മുഴുവനായിട്ടും ഇതുപോലെ ലേസ് ഒന്ന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 3 മീറ്ററിലധികം ഈ ഒരു ഭാഗത്തേക്ക് വേണ്ടി വന്നു കേട്ടോ ആ ഒരു ലേസ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നെക്കിൽ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തേക്കും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നെക്ക് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് ഒന്നും കൂടെ ആ ഒരു സിഗ്സാഗ് പാറ്റേൺ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല ബീഡ്സ് വർക്കും മിറർ വർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു ഷ്രഗിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അയൺ കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു ഷ്രഗ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സൈഡിലെ വർക്കും ലേസും ഒക്കെ ആ ഒരു ബ്ലാക്കിലേക്ക് വന്നപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്കിൽ അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മെറൂൺ കളറിലാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.